السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه وسلم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. إن شاء الله ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ വന്നത് സൂറത്തുൽ കഹ്ഫിലെ 57 തൊട്ട് 59 വരെയുള്ള 3 ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب، بل لهم موعد لن يجدوا من دونه موئلا. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. നമുക്ക് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കാഫിരീങ്ങളെ അവസ്ഥ, സത്യനിഷേധികളായ അവരുടെ അവസ്ഥ. അവരുടെ മുന്നിൽ മുർസലീങ്ങളായ ആൾക്കാർ താക്കീതുകളും അതേപോലെ സന്തോഷ വാർത്തകളും ഒക്കെ കൊണ്ടുവന്ന് ദൂതന്മാർ കൊണ്ടുവന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവർ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞ് അവരിതിൽ വിശ്വസിക്കാണ്ട് ഈ പറയുന്ന മുർസലീങ്ങളെയും അതേപോലെ തന്നെ ആയത്തുകളെയും എല്ലാം അവർ താക്കീതുകളെയും അവർ വളരെ പരിഹാസ രീതിയിൽ അവർ കാണുകയും അവരുടെ ആ സമീപനം വളരെ മോശമായ രീതിയിൽ അള്ളാഹു കൃത്യമായി കഴിഞ്ഞതിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ജനങ്ങളെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെന്തുകൊണ്ടാണ് ഈ നന്മയിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്ന കാരണം എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത്? അത് മുമ്പത്തെ പൂർവികന്മാർക്ക് വന്നെത്തിയ ശിക്ഷകളെ പോലെ അവർക്കും എത്തണോ എന്നുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അള്ളാഹു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെ അള്ളാഹു വീണ്ടും ഇവിടെ അതേ ആൾക്കാരടുത്തുള്ള കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ വീണ്ടും പറയുന്നത്. അള്ളാഹു പറയുന്നു, വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ. വമൻ അസ്ലം, ഏറ്റവും അധികം അക്രമം ചെയ്യുന്നവർ, ഏറ്റവും അധികം അക്രമം ചെയ്യുന്ന ആരുണ്ട്? മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി. മിമ്മൻ ദുക്കിർ, അവരുടെ വക്കൽ, അവരുടെ അടുത്ത് എന്ത് വന്ന്? അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ വന്ന്, അവന് ഉത്ബോധനങ്ങൾ വന്ന് ബി ആയാതി റബ്ബി, തൻ്റെ രക്ഷിതാവിൻ്റെ
ഉത്ബോധനങ്ങൾ, ലക്ഷ്യങ്ങൾ ഒക്കെ, ദൃഷ്ടാന്തങ്ങളൊക്കെ അവരെ കൺമുന്നിൽ വന്നെത്തിയിട്ടും ഈ ഇവരെക്കാൾ അതിക്രമം ചെയ്യുന്നവർ ആരുണ്ട്? വമൻ അസ്ലം, അതാണ് അതിക്രമം, അക്രമം ചെയ്യുന്ന, ഏറ്റവും അക്രമം ചെയ്യുന്ന, ഏറ്റവും അധികം. അസ്ലം എന്ന് പറഞ്ഞാൽ ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം. അധികം അക്രമം ചെയ്യുന്നവർ ആരുണ്ട് എന്നുള്ളതെന്ന്, ആരാണ് എന്നുള്ള ചോദ്യമാണ്. ഫഅറദ അൻഹ, ഇവർ ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നീട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് അവർ അതിൽ നിന്ന് എന്താ ചെയ്യുന്നത്? ഇവനെന്താ ചെയ്യുന്നത്? തിരിഞ്ഞ് കളഞ്ഞു. വനസിയ മാ ഖദ്ദമത് യദാഹ്, അവന് മുമ്പ് ചെയ്ത കാര്യങ്ങളിലും അവൻ മറക്കുകയും ചെയ്തു. അവൻ്റെ കൈകൾ കൊണ്ട് അവൻ ചെയ്തിട്ടുള്ള, അവൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ മറക്കുകയും ചെയ്തു. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം, ഇങ്ങനത്തെവർക്ക് അള്ളാഹു എന്താ ചെയ്യുന്നത്? അള്ളാഹു ഇവരുടെ ഹൃദയങ്ങളുടെ മുകളിൽ അള്ളാഹു എന്താ ചെയ്യുന്നത്? ഇന്നാ ജഅൽനാ, നിശ്ചയമായും നാം ആക്കിയിരിക്കുന്നു, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മുകളിൽ, ഹൃദയങ്ങളുടെ മീതെ, അക്കിന്ന, ഒരു തരം മൂടികളെ അള്ളാഹു ഇവരെ ഹൃദയത്തിൻ്റെ മുകളിൽ അള്ളാഹു ഒരു മൂടിക്കെട്ടുന്ന രീതിയിൽ അള്ളാഹു ചെയ്യുന്നു. അക്കിന്നതൻ അൻ യഫ്ഖഹൂഹു, അതുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല, ഒന്നും ഒരു നന്മയും അതിലേക്ക് എത്തൂല. വഫി ആദാനിഹിം, അതാണ് ഹൃദയത്തിൻ്റെ അവസ്ഥ. ഇനി അടുത്തതാണ് വഫി ആദാനിഹിം, അവരുടെ കാതുകളിൽ നിന്നെങ്കിൽ വഖർ, ഒരു കട്ടിയായിട്ടുള്ള ഒരു സാധനം അള്ളാഹു അവരുടെ കാതുകളിലും ചെവിയിലും, അള്ളാഹു കേൾവിൻ്റെ സ്ഥലത്തും അള്ളാഹു ഇതുപോലെ അവിടെ അള്ളാഹു ആക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹൃദയത്തിൻ്റെ മുകളിൽ അള്ളാഹു മൂടിയും അതേപോലെ ചെവിയിലൊരു കട്ടിയും, ഇത് രണ്ടും കാരണത്താൽ അള്ളാഹു പറയുന്നു വഇൻ തദ്ഉഹും ഇലൽ ഹുദ, വഇൻ തദ്ഉഹും, നീ അവരെ വിളിക്കുന്നതായാൽ, ഇത് ഇലൽ ഹുദ, സന്മാർഗത്തിലേക്ക് അവരെ വിളിക്കുന്ന സമയം എന്താ സംഭവിക്കുക? ഫലൻ യഹ്തദൂ ഇദൻ അബദ, ഇവർ ഒരിക്കലും സന്മാർഗത്തിലേക്ക് ഇവർ ഒരിക്കലും സ്വീകരിക്കുകയോ വരികയോ ചെയ്യൂല, ഒരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല. അള്ളാഹു പിന്നീട് പറയുന്നത് റബ്ബുക്കൽ ഗഫൂർ ദുർ റഹ്മ, നിൻ്റെ രക്ഷിതാവാണെങ്കിൽ വളരെ അധികം പൊറുക്കുന്നവനാകുന്നു. അൽ ഗഫൂർ, ദ മേഴ്സിഫുൾ, എല്ലാം പൊറുക്കുന്ന അള്ളാഹു. അൽ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള രീതിയാണ് വരുന്നത്. ഏറ്റവും പൊറുക്കുന്നവനാണ് അള്ളാഹു, എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു. ദുർ റഹ്മ, അതുകൂടാണ്ട് കാരുണ്യമുള്ളതുമാണ്, അവന് ഏറ്റവും കാരുണ്യമുള്ളവനുമാണ്, അതേപോലെ പൊറുക്കുന്നവരുമാണ്. ലൗ യുആഖിദുഹും ബിമാ കസബു, അവർ ഈ ചെയ്യുന്ന അക്രമത്തിൻ്റെ മുകളിൽ അള്ളാഹു പറയുന്നത് ലൗ യുആഖിദുഹും, അവൻ പിടികൂടുകയാണെങ്കിൽ, ഇത് ഉടനടി അതിൻ്റെ നടപടി എടുക്കുന്നതാണെങ്കിൽ, അവർ ചെയ്ത് കൂട്ടി അതിനെ കൊണ്ട് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മോശത്തരം കൊണ്ട് അള്ളാഹു ഇവർക്ക് അതിൻ്റെ ശിക്ഷ ഉടനടി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ലഅജ്ജല ലഹുമുൽ അദാബ്, ഇവർ ചെയ്തിട്ടുള്ള ഓരോ സംഗതിക്കും അവർക്ക് എന്തായി? ശിക്ഷയായിരിക്കും വരാം. ലഅജ്ജല, അവൻ ഉടനടി നൽകും. തൽക്ഷണം എന്ന് പറഞ്ഞാൽ ഉടനടി നൽകുമായിരുന്നു ഇവർക്കുള്ള അദാബ്, ഇവർക്കുള്ള ശിക്ഷ. ബൽ, അള്ളാഹു ആണെങ്കിൽ ലഹും മവഇദ്, അവർക്ക് ഈ ഉടനടി ഇവർ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ അല്ല അള്ളാഹു കൊടുക്കുന്നത്, എന്നാൽ അവർക്ക് എന്താണ്? സാവകാശം കൊടുക്കുന്നു. ബൽ, എന്നാൽ പക്ഷേ ഇവർക്ക് എന്താണ്? ലഹും മവഇദുൻ ലൻ യജിദു, ലഹും മവഇദ്, അവർക്ക് നിശ്ചയമായും എന്തെന്ന ഒരു നിശ്ചിത സമയം അവർക്ക്
നൽകിയിട്ടുണ്ട്. ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ഇവിടെ ഈ ദുനിയാവിൽ അള്ളാഹു പിന്നെയും അവർക്ക് ഒരു കാലഘട്ടം, ഒരു സമയം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയം വരാനുണ്ട്. അന്നേ ദിവസം എന്നാണ് ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ഒരു രക്ഷാവലംബവും അന്നത്തെ ദിവസം അതിനെ വിട്ടിട്ട് അത് കൂടാതെ വേറെ ഒരാളെയും, ഒരു രക്ഷാധികാരിയും ഒരാളും ഒന്നുണ്ടാവില്ല. അവർക്ക് കിട്ടുന്നതേ അല്ല. ലൻ യജിദു, ഒരിക്കലും കിട്ടൂല, അവർക്ക് കിട്ടുന്നതേ അല്ല. അള്ളാഹുവിൻ്റെ പുറമെ ഒരാളെയും രക്ഷാധികാരിയായിട്ട് എടുക്കാൻ കഴിയില്ല. അള്ളാഹു പിന്നെയും പറയുന്നത് വതിൽകൽ ഖുറ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. വതിൽകൽ ഖുറ, വതിൽക ആ രാജ്യങ്ങൾ, അഹ്ലക്നാഹും എന്താ വെച്ചാൽ നാം നശിപ്പിച്ചു. ലമ്മാ ളലമു, അവർ അക്രമം ചെയ്തപ്പോൾ. ഇത് പൂർവികരുടെ കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, അവർക്ക് വജഅൽന, നാം ആക്കുകയും ചെയ്തു, ലിമഹ്ലികിഹിം, അവരുടെ നശീകരണത്തിന് ഒരു നിശ്ചയ സമയം, മൗഇദ, ഒരു നിശ്ചയ സമയം അള്ളാഹു അവർക്ക് നൽകി. ഇവിടെ ഈ ആയത്തുകളിൽ കൃത്യമായിട്ട് റബ്ബ് പറയുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നെത്തി, എല്ലാം കണ്ട് മുർസലീങ്ങൾ അള്ളാഹു ഇറക്കി അവർക്ക് കൊണ്ടെത്തി, കൺമുന്നിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും എത്തിയതിന് ശേഷം സന്മാർഗമേത്, വഴികേടേത്, നന്മേത്, തിന്മേത്, സത്യമേത്, അസത്യമേത് ഒക്കെ അറിഞ്ഞതിന് ശേഷം, ഒക്കെ കണ്ടതിന് ശേഷം ഇതൊന്നും പിൻപറ്റാതെ ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് കളഞ്ഞ് വീണ്ടും അവരുടെ വഴികേടിലും അവരുടെ അസത്യത്തിലും അവരുടെ അക്രമത്തിലുമൊക്കെ അവർ നിലകൊള്ളുന്നവരാകുന്നു അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ അക്രമി അവരാകുന്നു. എന്താ കാരണം? എല്ലാം അറിഞ്ഞിട്ടാണ് ഇവരിതിൽ നിലകൊള്ളുന്നത്. അറിഞ്ഞ് നിലകൊള്ളുന്നവരും അറിയാതെ നിലകൊള്ളുന്നവരും അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു കാറ്റഗറിയിലായിരിക്കില്ല. അവർക്ക് ശിക്ഷ അറിഞ്ഞ് നിലകൊള്ളുന്നവർ ഈ തിന്മയിലും ഈ ഷാഢ്യത്തിലും ഈ നശീകരണത്തിലും ഈ പറയുന്ന പിന്നെന്താ പറയണ്ട വഴികേടിലും നിലകൊണ്ട് ഇരിക്കുന്നവർ അവരാണ് ഏറ്റവും അക്രമി എന്നാണ് അള്ളാഹു. വമൻ അസ്ലം, അതിലും വലിയൊരു അക്രമി ഇല്ല. അത്രയും ഏറ്റവും അക്രമം ചെയ്യുന്നവർ ഇവരാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇതൊക്കെ സംഭവങ്ങൾ മുന്നിൽ വന്ന് എന്നിട്ടും പിന്നെയും അവർ പിൻപറ്റുന്നില്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അവരുടെ ഹൃദയങ്ങളുടെ മുകളിൽ അള്ളാഹു ഇതുപോലെ സീല് വെക്കുകയും ചെവിക്ക് ഇതേപോലെ തന്നെ ഒരു കട്ടിയായി ഒരു നന്മയും കേൾക്കുകയോ ഒരു നന്മയും ഹൃദയത്തിലേക്ക് കടക്കുകയോ ചെയ്യാത്ത രീതിയിൽ അള്ളാഹു ആ ഹൃദയത്തിൻ്റെ മുകളിൽ അള്ളാഹു സീല് വെച്ച് ഇരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം, നമ്മളിങ്ങനെ നോക്കുന്നുണ്ടാവും. ചില ആൾക്കാരെ നന്മയിലേക്ക് വിളിക്കുന്ന സമയത്തെല്ലാം അവരിങ്ങനെ നോക്കുന്നുണ്ടാവും. പക്ഷെ അവരിലെ ഹൃദയത്തിലേക്കോ നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും ഉണ്ടാവില്ല, ഈ ഹൃദയത്തിലേക്ക് കടക്കൂല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വഴികേടിൽ നിന്ന് അള്ളാഹു അവരെ വഴികേടി തന്നെ നിലനിർത്തുന്ന രീതിയിൽ ആക്കി തീർക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അങ്ങേയറ്റത്തൊരു ഡേഞ്ചർ കാര്യമാണിത്. നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളും എല്ലാം ഇതിൽ നിന്ന് മുക്തമാണ് എന്നൊന്നും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. റബ്ബിൻ്റെ വഴിയിൽ നമ്മളില്ലെങ്കിൽ അള്ളാഹു റിപ്ലേസ് ചെയ്യും, വേറെ ആൾക്കാരെ നമ്മൾക്ക് പകരം കൊണ്ടെത്തിക്കും. അത് ഭയങ്കര പേടിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളൊന്നും നമ്മൾ പിൻപറ്റാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുക? അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ നമുക്ക് പകരം റബ്ബ് വേറെ ആൾ കൊണ്ട് എത്തിക്കും. അതിന് പകരം
ഒരു പ്രയാസം അള്ളാഹ്ക്കില്ല നമുക്ക് പകരം വേറെ ആളെ എത്തിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യമാണ്. നമ്മൾ പിന്നെ ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയം മാറ്റിമറിക്കുന്നവൻ. റബ്ബേ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയം നിൻ്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. അപ്പോൾ അത് അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വഴികേടിൽ പെട്ടു പോകാൻ അങ്ങേയറ്റത്തെ സാധ്യതയുണ്ട്. അത് ഭയങ്കരമായൊരു ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ അള്ളാഹു പറയുന്നു, റബ്ബുക്കൽ ഗഫൂർ ദുർ റഹ്മ. ഇനിയെങ്ങാനും നിങ്ങൾ വഴികേടിൽ പെട്ടുപോയി, എന്തെങ്കിലും സംഭവിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക? അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാം കാരുണ്യവനായ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളൂ. നിങ്ങൾക്ക് അള്ളാഹു എല്ലാം മാപ്പാക്കി തരും. ഇനി പിന്നെ അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ എന്നിട്ട് പിന്നെയും ഇതിൽ തന്നെ ഷാഢ്യം പിടിച്ച് പിന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, നിങ്ങളെങ്ങാനും ഇതിൽ ഈ പറയുന്ന വഴികേടിൽ വീണ്ടും നിങ്ങൾ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഉടനടി നശിപ്പിക്കാനും ഉടനടി നിങ്ങളെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇപ്പം മുമ്പുണ്ടായ ജനതകളെ പോലെ ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് അവരെ ഉടനടി അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ഷാഢ്യത്തിൽ ഇതാക്കി അവർ നിലകൊണ്ട് നിന്ന സമയത്ത് അവർ കൺമുന്നിൽ തന്നെയാണ് പിന്നെ അള്ളാഹു ഈ പറഞ്ഞ ഈ നബിമാരെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവരൊക്കെ സ്വഭാവങ്ങളുണ്ടായ. വളരെ ഷാഢ്യത്തിലായിരുന്നുണ്ടായ അഹങ്കാരവും അഹംഭാവവും ഭയങ്കരമായ പ്രതിഷേധവും ഒക്കെ ആയിരുന്നു അവരുടെ ഈ സ്വഭാവങ്ങളുണ്ടായ. ദീനിനോടുള്ള അത്രയും ഒരു ഇത് പറഞ്ഞിട്ട് ശരിയായ ഒരു ഷാഢ്യമായിരുന്നു. ശിക്ഷയുണ്ടെന്ന് കൊണ്ടുപോവാ എന്നുള്ള രീതിയിലാണ് അവർ പരിഹാസ രൂപത്തിലാണ് നബിമാരെ സമീപിച്ചത്. അപ്പോൾ അവരെ അള്ളാഹു ഉടനടി റബ്ബ് നശിപ്പിച്ച് നമ്മൾ ഖുർആനിൽ പല സ്ഥലങ്ങളുടെ അവരുടെ ചരിത്രങ്ങൾ കാണാം. ഇന്ന് റബ്ബ് പറഞ്ഞ പൂർവികമാരുടെ ചരിത്രങ്ങൾ, അതിൽ നിന്ന് വരുന്ന ഓരോ ഗോത്രങ്ങൾ അള്ളാഹു മുഴുവനായിട്ട് ആദി ഗോത്രം, സമൂദ് ഗോത്രം, നൂഹിൻ്റെ ജനതകൾ, അതേപോലെ തന്നെ ലൂത്ത് ഗോത്രം, ഒരുപാട് ഗോത്രങ്ങൾ അള്ളാഹു ഇതുപോലെ ഉടനടി റബ്ബ് നശിപ്പിച്ച് അള്ളാഹു കാറ്റായിട്ടും ഭൂമി കുലുക്കായിട്ടും അങ്ങേയറ്റത്ത് ഗംഭീര സൗണ്ടായിട്ടും മഴയായിട്ടും പല രീതിയിൽ അള്ളാഹു അവർക്ക് ശിക്ഷകൾ വന്നിറക്കി ഉടനടി റബ്ബ് നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത് ഇവിടെ, ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. ഇവർ ഓരോരുത്തരും എന്താണ് കൂട്ടിയിടുന്നത് എന്നതനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അവർക്കുള്ള ശിക്ഷ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാതെ. അതൊന്നും റബ്ബിനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്താ റബ്ബ് ചെയ്യുന്നത്? ഇവർക്ക് നമ്മൾക്ക് മുഹമ്മദ് നബിൻ്റെ പിന്നെ നമ്മുടെ അനുയായികൾക്ക് എന്തുണ്ട്, അള്ളാഹു എല്ലാം സാവകാശം തരുന്നു. ഇവിടെ ഉടനടി നശിപ്പിക്കുന്ന ഒരു ഇതില്ല. അപ്പോൾ പിന്നെ എല്ലാം അള്ളാഹു പിന്നെയും ഒന്നും കൂടി മൗഇദ് തരുന്നു, കുറച്ചും കൂടി സമയം തരുന്നു. പക്ഷെ അതിൽ പിന്നെ നല്ലവർക്കാണെങ്കിൽ എന്താണ് ബാക്കോട്ടേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്. അതല്ല ഇതിൽ തന്നെ നിലനിൽക്കൊണ്ട് ഇരിക്കുന്നവരാണെങ്കിൽ എന്തായിരിക്കും, ഒരു ദിവസം വേറൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം അള്ളാഹു ഓരോ കർമ്മങ്ങളും എന്തൊക്കെയാണ് ഇവിടെ ഭൂമിയിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ ഹിസാബും അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നിർണയിക്കുന്ന നിർണിത കാലം, നിർണിത സമയം അള്ളാഹുവിൻ്റെ മഹ്ഷർ. ആ മഹ്ഷറിൽ നിന്ന് ഓരോ സംഭവവും അള്ളാഹുവിൻ്റെ കൺമുന്നിൽ നിന്ന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാഞ്ഞുപോയ ഒന്നും ചെയ്യാതെ ഓരോന്നിനും വമ്പിച്ച ശിക്ഷ കിട്ടുന്നൊരു കാലം, ഒരു സമയം. ആ സമയം വന്നെത്തുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെ സ്വർഗാവകാശികളായി ഏറ്റവും നല്ല നിർഭയത്വമുള്ള ആ ഒരു അവസ്ഥയിൽ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ഒരിക്കലും നരകത്തിൻ്റെ കാറ്റോ നരകത്തിൻ്റെ ശിക്ഷയോ ഒന്നും വഹിക്കുന്ന ഒരവസ്ഥയിൽ അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. ആമീൻ. ഇതാണ് റബ്ബ്
പിന്നെ പറയുന്നതാണ് ലാസ്റ്റത്തെ ഒത്തിൽക്കൽ ഖുറ. അള്ളാഹു വീണ്ടും ആ ശിക്ഷൻ്റെ കാര്യങ്ങളാണ് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും നമ്മൾ സാധാരണ പറയുന്ന ഇത് തന്നെയാണ്. നമ്മൾക്ക് ഓരോരുത്തരും ഇത് അവരാണെന്നുള്ളതിൽ നമ്മൾ കാണരുത്. ഓരോ ആയത്തുകളും നമുക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അത് പിൻപറ്റുക തന്നെ ചെയ്യണം. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ എവിടെയാണ്, ഖുർആനിൽ എവിടെയാണ്, ഹദീസിൽ എവിടെയാണ്, ദീനിൽ എവിടെയാണ്, അള്ളാഹുവിൻ്റെ ഈമാനിൽ എവിടെയാണ്, നമ്മളെ ഇഖ്ലാസ് എവിടെയാണ്, നമ്മളെ ഇബാദത്ത് എവിടെയാണ്, നമ്മളും അള്ളയായിട്ട് എവിടെയാണ് ഒക്കെ കൂടെ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് വേണം ഓരോ സ്റ്റെപ്പും നന്നായി നന്മയിലേക്ക് കുതിച്ച് കടക്കാൻ. അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് എല്ലാം നമുക്ക് അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ഇബാദത്താക്കി മാറ്റുന്ന രീതിയിൽ അള്ളാഹു മാറാകട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും കെഞ്ചിക്കൊണ്ടും നിൽക്കുന്നത് അള്ളാഹുവിനോടാണ്. നമ്മളെ റബ്ബ് നമ്മളൊരിക്കലും കൈയൊഴിയാതെ എന്നും നമ്മളെ റബ്ബിൻ്റെ കൂടെ തന്നെ നിലനിർത്തി തന്ന് നമ്മളത്രയും വീക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോകുന്നൊരു ഹൃദയമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് തന്നെ അള്ളാഹു നിലനിർത്തി തന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ അള്ളാഹു കൂട്ടിപ്പിടിച്ച് ശക്തിയും റബ്ബിൽ ദീനിൽ അടിയുറക്കാനുള്ള സ്ഥിരതയും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിൻ്റെ തജ്വീദ് നിയമങ്ങളിലേക്ക് കടക്കാം. വമൻ അസ്ലം, വാവ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ചുണ്ട റൗണ്ടാക്കി പറയുക. വമൻ അസ്ലം അവിടെ സുക്കൂനിന് ശേഷം ഹംസ വരുന്ന അവിടെ ഇസ്ഹാറാണ്. അസ്ലം നല്ലോണം ഹെവിയാക്കി പറയുക. അതുകൂടാണ്ട് എന്നുള്ള സുക്കൂനുണ്ട്. അപ്പോൾ നല്ല സമയം കൊടുത്ത് പറയുക. അസ്ലമു മിമ്മൻ. ഇവിടെ മീമിൻ്റെ മുകളിൽ ശബ്ദ വന്നുകൊണ്ട് നന്നായി മണിക്കുക. പിന്നെ മിമ്മൻ ദുക്കിറ, ഇവിടെ ഇഖ്ഫ സുക്കൂനിന് ശേഷം ദാല് വരുന്നു. ഇഖ്ഫ ദുക്കിറ, കാഫിൻ്റെ മുകളിൽ ശബ്ദ വരുന്നു. ഇരട്ടിപ്പിച്ച് പറയുക. പിന്നെ റ ഹെവി. ദുക്കിറ ബി ആയാതി, ഹംസക്ക് ശേഷം അലിഫ് വരുന്ന അവിടെ മദ് ബദൽ ഉണ്ട്, ഹറക്ക നീട്ടി ഓതാ. ബി ആയാതി റബ്ബിഹി, റ ഹെവി. ബ വീണ്ടും ഇരട്ടിപ്പിച്ച് പറയുക. റബ്ബിഹി ഫഅഅറദ, ഇവിടെ മദ്സില സുഗ്റ ഹാൻ ചെറിയ രണ്ട് ഹർക്ക നീട്ടുക. ഫഅഅറദ, അതിൻ്റെ സുക്കൂൻ കൃത്യമായി പറയുക. ഫഅഅറദ, ضادും റായും ഒക്കെ ഹെവി കൃത്യമായി പറയുക. ഫഅഅറദ അൻഹ, ഐനൊക്കെ പറയുമ്പോൾ തൊണ്ടീന്നേറെ പറയുക. അതേപോലെ ഹായും അൻഹ, ഇവിടെ ഇസ്ഹാറാന്ന് മണിക്കണ്ട, സുക്കൂനിന് ശേഷം ഹായ വരുന്നത്. വനസിയ വാവൊക്കെ പറയുമ്പോൾ ചുണ്ട് റൗണ്ടാക്കി പറയുക. വനസിയ മാ ഖദ്ദമത് യദാഹ്, ഖാഫ് ഹെവി, ദാലിൻ്റെ മുകളിൽ ശദ്ദ ഡബിളാക്കി പറയുക. ഖാഫ് ഖദ്ദമത്, താൻ്റെ മുകളിൽ സുക്കൂൻ കാറ്റോടും കൂടി പറയുക. ഖദ്ദമത് യദാഹ്, നിർത്തുമ്പം നീട്ടി നിർത്തുക. യദാഹ്, പിന്നെ ഹ സുക്കൂന് നിർത്തുമ്പം എപ്പോഴും ഹ കേൾക്കണം. ഓക്കെ. ഇന്ന, നൂൻ്റെ മുകളിൽ ശബ്ദ നന്നായി മണിക്കുക. ജഅൽന, ലാമിൻ്റെ മുകളിൽ സുക്കൂൻ, ഐന് ഒക്കെ പറയുമ്പോൾ കൃത്യമായി പറയുക. ജഅൽന അല ഖുലൂബിഹിം, ഖഫ് ഖുലൂബിഹിം ഹെവിയാണ്, ബാക്കിയൊക്കെ ലൈറ്റ്. അകിന്നതൻ അൻ യഫ്ഖഹൂഹു, നൂൻ്റെ മുകളിൽ ശബ്ദ അകിന്ന, പിന്നെ അകിന്നതൻ അൻ, അവിടെ തൻവീന് ശേഷം ഹംസ വരുന്നു ഇസ്ഹാർ. പിന്നെ നൂന് അകിന്നതൻ അൻ യഫ്ഖഹൂഹു, അവിടെ സുക്കൂന് നൂൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നന്നായി മണിക്കുക. അൻ യഫ്ഖഹൂഹു, രണ്ട് ഹ വരുന്നുണ്ട്, കൃത്യമായി സൗണ്ട് കൃത്യമായി പറയുക. അൻ യഫ്ഖഹൂഹു, ഓക്കെ. രണ്ട് ഹായും കൃത്യമായി സമയം കൊടുക്കുക. പിന്നെ ഖാഫ് ഹെവി, ഓക്കെ. ഫാൻ്റെ മുകളിൽ സുക്കൂന് ടൈം കൊടുക്കുക. യഫ്ഖഹൂഹു. വഫീ ആസാനിഹിം,
ഇവിടെ മദ് മുൻഫസ്സിലാണ്, 4 മുതൽ 5 ഹറക്ക വരെ ഓതാ. പിന്നെ അതുപോലെ തന്നെ ആസാനിഹിം, ഹംസയ്ക്ക് ശേഷം അലിഫ് വരുന്നുണ്ട്, അവിടെ മദ് ബദൽ 2 ഹറക്ക നീട്ടി ഓതാ. ആസാനിഹിം വഖറ, ഖാഫിൻ്റെ മുകളിൽ സുക്കൂൻ അവിടെ വരുന്നത് ഖൽഖല, പിന്നെ റ ഹെവി, വഖറ 2 ഹറക്ക നീട്ടി നിർത്താം. വഇൻ തദ്ഉഹും, വാവ് കൃത്യമായി പറയാം. പിന്നെ സുക്കൂൻ നൂൻ ശേഷം താ വരുന്ന ഇഖ്ഫ. വഇൻ തദ്ഉഹും, ദാലിൻ്റെ മുകളിൽ സുക്കൂൻ അവിടെ വരുന്നത് ഖൽഖല. തദ്ഉഹും ഒക്കെ ചുണ്ടൊക്കെ നന്നായി കൂർത്ത് റൗണ്ടാക്കി പറഞ്ഞു. തദ്ഉഹും ഇലൽ ഹുദ, ഐനൊക്കെ പറയും കൃത്യമായി പറയുക. ഫലൻ യഹ്തദു, ഇവിടെ വീണ്ടും ഇദ്ഗാം, സുക്കൂനിന് നൂൻ ശേഷം യ വന്നു, ഇദ്ഗാം ബിഗുന്ന. യഹ്തദു, ഹാന് സുക്കൂൻ കാറ്റോടും കൂടി പറയാം. യഹ്തദു ഇദൻ, ഇവിടെ മദ് മുൻഫസിൽ 4 മുതൽ 5 ഹറക്ക വരെ നീട്ടുക. ഇദൻ അബദ, തൻവീൻ ശേഷം ഹംസ വരുന്നു, അവിടെ ഇദ്ഹാറാണ്, മണിക്കണ്ട, സാധാരണ പറയുക. അബദ 2 ഹറക്ക നീട്ടി നിർത്തുക. ഒക്കെ ടൈമിംഗ് ഒക്കെ ഒരേപോലെ പറയാം. അബദ. പിന്നെ അടുത്തത് വറബ്ബുക, റഹവി, ഇരട്ടി പറയാം, ബാക്കിയൊക്കെ ലൈറ്റ്. വറബ്ബുകൽ ഗഫൂറു, ഗൈൻ ഹെവി, റ ഹെവി. ഗഫൂറു ദുർറഹ്മ, റ ഇരട്ടിപ്പിച്ച് പറയാം. ദാലൊക്കെ പറയുമ്പോൾ കൃത്യമായി സ എന്ന് പറയരുത്, ദ. ദുർറഹ്മ, ഹ സുക്കൂൻ നല്ല കാറ്റോടും കൂടിയിട്ട് തന്നെ പറയാം. നിർത്തുമ്പോൾ ദുർറഹ്മ, ഹാൻ്റെ സുക്കൂന് കൃത്യമായി കേൾക്കണം. ലൗ യു ആഖിദുഹും, യു ആ ഹംസ കൃത്യമായി പറയുക. ലൗ ഒക്കെ പറയുമ്പോൾ ചുണ്ട് നന്നായി കൂർത്തിട്ട് തന്നെ വരണം. ലവ് എന്ന് ആക്കരുത്, ലൗ. ലൗ യു ആ ഹംസക്ക് ശേഷം അലിഫ് വരുന്ന അവിടെ എന്ത് വരുന്നത് മദ് ബദൽ 2 ഹറക്ക. യു ആഖിദുഹും, ഖ ഹെവി. യു ആഖിദുഹും ബിമാ, അവിടെ പിന്നെ ഇഖ്ഫ ആണ്, സ്കൂളിൻ്റെ മീം ശേഷം വരുന്ന ഇഖ്ഫ ഷഫവി, മണിക്ക. ബിമാ കസബൂ ലഅജ്ജല ലഹും, ലഅജ്ജല, ജീമിൻ്റെ മുകളിൽ ഷദ്ദ ഇരട്ടിപ്പിച്ച് പറയുക. ഓരോ ലാമും കറക്റ്റ് ടൈം കൊടുത്ത് പറയുക. ലഅജ്ജല ലഹും, 2 ലാം അടുത്തടുത്ത് വരുന്നുണ്ട്, ടൈമും ഒരേപോലെ കൊടുക്കുക. ലഹുമുൽ അദാബ, അവിടെ നിർത്തുമ്പം ലഹുമുൽ അദാബ്, അപ്പോൾ ബാനി സുക്കൂൻ വരുമ്പോൾ എന്തായി ഖൽഖല വന്ന്. ഓക്കെ. പിന്നെ അടുത്ത് ബല്ലഹും, ബല്ലഹും, ലാമിലേക്ക് ലയിപ്പിച്ച് പറയാം. ലാമിന് സുക്കൂൻ, അടുത്തത് ലാമ് ഷദ്ദ, അവിടെ ലയിപ്പിച്ച് പറയാം, ഇദ്ഗാം ചെയ്യുക. ബല്ലഹും മൗഇദുൻ, വീണ്ടും സുക്കൂനിലെ മീം ശേഷം മീം വരുന്നു, ഇദ്ഗാം ഷഫവി നന്നായി മണിക്കുക. ലഹും മൗഇദുൻ ലൻ യജിദു, ഇവിടെ വീണ്ടും തൻവീന് ശേഷം ദാലിൻ്റെ മുകളിൽ തൻവീൻ കാണാം. മൗഇദുൻ എന്ന് പറയരുത്, നൂന് സുക്കൂൻ്റെ നൂന് എന്താണ് ലാമിലേക്ക് ലയിപ്പിച്ച് അവിടെ വരുന്നത് ഇദ്ഗാം ബിലാ ഗുന്ന. മൗഇദുൻ ലൻ യജിദു, വീണ്ടും നിയമം വരുന്നുണ്ട്, സുക്കൂൻ നൂന് ശേഷം യാ വരുന്നു, അവിടെ വീണ്ടും എന്താണ് ഇദ്ഗാം. ലൻ യജിദു മിൻ ദൂനിഹി, വീണ്ടും ഇവിടെ സുക്കൂൻ നൂന് ശേഷം ദാൽ വരുന്നു, അവിടെ എന്താ വരുന്നത് ഇഖ്ഫ. മിൻ ദൂനിഹി മൗഇല, ദൂനിഹി മൗഇല, അവിടെ അടിയിൽ വീണ്ടും തജ്വീദ് നിയമം വരുന്നുണ്ട്. ഈ ആയത്തെ ഫുള്ള് ലാസ്റ്റത്തെ ഭാഗം മുഴുവനും തജ്വീദ് നിയമങ്ങളാണ്, ഒന്നും സ്കിപ്പാക്കരുത്. ഇവിടെ മിൻ ദൂനിഹി മൗഇല, അവിടെ എന്ത് വരുന്നത് മത്സല സുഗ്റ, 2 ഹറക്ക നീട്ടി ഓതാം. മിൻ ദൂനിഹി മൗഇല, ഹംസൊക്കെ പറയുമ്പോൾ കൃത്യമായി പറയാം. മൗഇല.
2 ഹർക്ക നീട്ടി നിർത്തുകയും ചെയ്യാം. പിന്നെ അടുത്തത് വതിൽക്കൽ ഖുറാ. വതിൽക്ക കാഫൊക്കെ പറയുമ്പോൾ ലൈറ്റ് വരെയൊക്കെ ലൈറ്റാണ്. ലാമിൻ്റെ സുക്കൂൻ. വതിൽക്കൽ ഖുറാ ഖാഫ് റാ ഒക്കെ ഹെവി. വതിൽക്കൽ ഖുറാ അഹ്ലക്നാഹും ഇവിടെ മദ് വരുന്നുണ്ട്. മദ് മുൻഫസിൽ 4 മുതൽ 5 ഹർക്ക വരെ നീട്ടാം. അഹ്ലക്നാഹും ഹാന സുക്കൂന് നന്നായി കാറ്റോടും കൂടി പറയാം. പിന്നെ അതേപോലെ കാഫിന് സുക്കൂന്. അഹ്ലക്നാഹും ഒക്കെ കാറ്റോടും കൂടി തന്നെ പറയണം. ലമ്മ ളലമു മീമിനെ മുകളിൽ ഷദ്ദ നന്നായി മണിക്കുക. ളലമു നല്ലോണം ഹെവിയാക്കി പറയാം. ളലമു വജഅൽന ഐനൊക്കെ പറയുമ്പോൾ കൃത്യമായി പറയാം. ലാമിൻ്റെ സുക്കൂൻ ടൈം കൊടുക്കുക. വജഅൽന ലിമഹ്ലികിഹിം ഹാൻ്റെ സുക്കൂന് ടൈം കൊടുക്കുക. നല്ല എപ്പോഴും കാറ്റോടും കൂടിയിട്ട് വരുന്ന അക്ഷരങ്ങൾ നല്ല സമയം കൊടുത്ത് പറയാം. ലിമഹ്ലികിഹിം ഒക്കെ ലിമഹ്ലികിഹിം ഒക്കെ ലാമിന് എന്താണ് കാഫ് ഒക്കെ കസ്റാണ്. ടൈം ഒരുപോലെ കൊടുക്കാം. ലിമഹ്ലികിഹിം മൗഇദ സുക്കൂന മീം ശേഷം മീം വരുന്നു. അവിടെ എന്താണ് ഇദ്ഗാം. ഇദ്ഗാം ഷഫവിയാണ്. നന്നായി മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് പറയാം. മൗഇദ ഐന് വാവ് ഒക്കെ കൃത്യമായി പറയാം. വാവ് സുക്കൂൻ വരുമ്പം എപ്പോഴും ചുണ്ട് നല്ല കൂർത്ത് റൗണ്ടാക്കി പറയുക. മൗഇദ 2 ഹർക്ക നീട്ടി ഓതുകയും ചെയ്യാം, നിർത്തുകയും ചെയ്യാം. ഇവിടെ വരുന്നത് മദ് ഇവദ്. ഓക്കെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാനക റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته.